നമുക്കിവിടെ കാണിക്കേണ്ടത് ഒരു മാക്സിമം മാച്ചിങ് ആണെങ്കിൽ അത് ഓഗ്മെൻറ്റഡ് പാത്ത് അല്ല എന്നാണ് കാണിക്കേണ്ടത്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കാം. ആ ഗ്രാഫിൽ നമ്മൾ മാച്ചിങ്ങിന് എടുക്കുന്ന എഡ്ജസുകൾ അഡ്ജസൻ്റ് ആവരുത്, അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കിതാ ഇങ്ങനെ എടുക്കാം. ഇതിപ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് ഒരു എഡ്ജിനെയും നമ്മൾ മാച്ചിങ്ങിലേക്ക് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ വേറെ ഗ്രാഫിൽ ഞാനിതാ ഇങ്ങനെ എടുത്താലും ഇത് മാച്ചിങ് ആണ്, അഡ്ജസൻ്റ് ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനൊരു ഗ്രാഫ് എടുത്തിട്ട് അതിലിതാ പെർഫെക്റ്റ് മാച്ചിങ്ങും മാക്സിമം മാച്ചിങ്ങും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കളർ ചെയ്തു. ഇങ്ങനെ കളർ ചെയ്താൽ ഇതിലിപ്പോൾ എത്ര മാച്ചിങ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇനി അതേ ഗ്രാഫിൽ ഞാനിതാ ഇങ്ങനെയാണ് കളർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നോക്കിയേ, ഇതിലിപ്പം 3 മാച്ചിങ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഇതിലെ മാക്സിമം മാച്ചിങ്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ്, ഇത് രണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ്. പക്ഷേ ഇത് മാക്സിമം മാച്ചിങ് അല്ല എന്ന് പറയാൻ കാരണം ഇതിനേക്കാളും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇതിലുള്ളത് കൊണ്ടാണ്, നമ്പർ ഓഫ് മാച്ചിങ് ഇതിലുള്ളത് കൊണ്ടാണ്. ഇത് പെർഫെക്റ്റ് ആവാൻ കാരണം എന്താ? ഇതിലേക്ക് ഇനി നമുക്കൊരു മാച്ചിങ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഗ്രാഫിലേക്ക് ഇനി ഒരു മാച്ചിങ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇത് കൊടുത്താലും മാച്ചിങ് ആവില്ല, ഇത് കൊടുത്താലും മാച്ചിങ് ആവില്ല, ഇത് കൊടുത്താലും മാച്ചിങ് ആവില്ല. അഡ്ജസൻ്റ് ആയിട്ട് നമുക്ക് എഡ്ജസിനെ മാച്ചിങ്ങിലേക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് മാക്സിമം മാച്ചിങ് ആണെങ്കിൽ, മാക്സിമം മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓഗ്മെൻറ്റഡ് പാത്ത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഓഗ്മെൻറ്റഡ് പാത്ത് എന്താണെന്നറിയോ? ഇപ്പം നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കൊടുത്തില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുകയെന്നറിയോ? എം ഓൾട്ടർനേറ്റീവ് പാത്ത് എന്ന് വിളിക്കാം. ഇനി ഇതിലെ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ടേം അൺസാച്ചുറേറ്റ് അല്ല എന്ന് വെച്ചാൽ നമ്മുടെ മാച്ചിങ്ങിലില്ലാത്ത ടേം ആണെങ്കിൽ അതിനെ നമ്മൾ ഓഗ്മെൻറ്റഡ് എന്ന് വിളിക്കും. ഒന്നും കൂടി പറയാം, നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇതേപോലെ കളർ ചെയ്യുന്ന, ഇതേപോലെ മാച്ചിങ്ങിലേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ എം ഓൾട്ടർനേറ്റീവ് പാത്ത് എന്ന് വിളിക്കുക. എന്നാൽ നമ്മൾ എടുക്കുന്ന പാത്തിൽ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ടേംസ് സാച്ചുറേറ്റ് അല്ലാതിരിക്കുക എന്ന് വെച്ചാൽ അത് മാച്ചിങ്ങിലേക്ക് വരാതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എം ഓഗ്മെൻറ്റഡ് പാത്ത് എന്നാണ് വിളിക്കുക. നമുക്ക് കാണിക്കേണ്ടത് മാക്സിമം അല്ലെങ്കിൽ അത് ഓഗ്മെൻറ്റഡ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ 2 ഭാഗം നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? ഞാനൊരു മാച്ചിങ് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാൻ എടുക്കുന്ന മാച്ചിങ് ഇങ്ങനെയാണ്. ഇങ്ങനെ എടുക്കുകയാണ്. ഇതിൽ V0, V1, V2, V3, V4, V5 എന്ന് വിളിക്കുന്നു. ഇത് ഓഗ്മെൻറ്റഡ് ആണെന്ന് വിചാരിക്കുക. ഓഗ്മെൻറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇതിൽ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ടേം മാച്ചിങ്ങിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരും ഓൾട്ടർനേറ്റീവായിട്ട് അല്ലേ? ഇനി ഇതിനെ ഞാൻ എം എന്ന് വിളിച്ചു. ഇനി ഞാൻ എം ഡാഷിൽ എങ്ങനെ എടുക്കുന്നു എന്നറിയോ? നമ്മുടെ എമ്മിൽ നിന്ന് ഈ ഒരു ടേം ഒഴിവാക്കിയിട്ട് V0ഉം V5ഉം ഒഴിവാക്കിയിട്ടുള്ള ഈ ടേമുകളെ ഞാൻ ആദ്യം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് V0, V1, V2, V3, V4, V5 അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. എന്നിട്ട് ഞാനിതിലെ മാക്സിമം മാച്ചിങ് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇപ്പോൾ നോക്കിയേ, ഇതിൻ്റെ മാച്ചിങ്ങിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്തായി? 3 ആയി. എന്ന് വെച്ചാൽ M+1 ആയി ഇതിലെ മാച്ചിങ്ങിൻ്റെ എണ്ണം. ഇതായിരുന്നു എമ്മിൽ എത്ര മാച്ചിങ് ഉണ്ടാവും? എം. ഇവിടെ ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ കേട്ടോ, അതിലേക്ക് 1 ആഡ് ചെയ്ത പോലെ ആയി. അപ്പോൾ നമ്മൾ ഓഗ്മെൻറ്റഡ് പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാക്സിമം മാച്ചിങ് ആവില്ല. അതിനേക്കാളും വലിയൊരു മാച്ചിങ് എം ഡാഷ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? അത് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ എം എന്ന് പറഞ്ഞൊരു മാച്ചിങ് എടുത്തു. അതിൽ ഓഗ്മെൻറ്റഡ് പാത്തുണ്ട് V0, V1, V2 എക്സെട്ര Vm+1 ഉണ്ടോ? ഇങ്ങനെ നമ്മളൊരു പാത്ത് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എം ഡാഷിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. എങ്ങനെ? എമ്മിൽ നിന്ന് V1, V2 എക്സെട്ര V2m മൈനസ് ചെയ്തു. എമ്മിൽ നിന്ന് ഈ V1 മുതൽ V4 വരെ, V1, V2 എക്സെട്ര V2m വരെ മൈനസ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? V0, V1 എക്സെട്ര V2m+1 ആഡ് ചെയ്തു. V0, V1 എക്സെട്ര V2m+1 നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മാച്ചിങ് എടുക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ മാച്ചിങ് കിട്ടും. അതിലെ മാച്ചിങ്ങിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താ? mod m dash equal to mod m+1 ആണ്. വെച്ചാൽ ഇതിലെ mod m ഡാഷിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിലെത്ര മാച്ചിങ് ഉണ്ട്? ഈ എം മാച്ചിങ് ഉണ്ട്, അതിനേക്കാളും 1 ആഡ് ചെയ്തതുപോലെയാണ്. അപ്പോൾ ഇത് എം ഡാഷ് ആണ് ഇവിടെ മാക്സിമം എന്ന് പറയുന്നത്, എം അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്തു. ഇനി മാക്സിമം ആണെങ്കിൽ അത് ഓഗ്മെൻറ്റഡ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, മാക്സിമം അല്ല എന്ന് ഓഗ്മെൻറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം അല്ലെങ്കിൽ അതിനേക്കാളും നമ്മൾ എമ്മിനേക്കാളും വലിയൊരു എം ഡാഷ് അവിടെ ഉണ്ടാവുമല്ലോ. ഇനി എം ഡാഷിൻ്റെയും എമ്മിൻ്റെയും, എം ഡാഷ് എന്ന് പറഞ്ഞ മാച്ചിങ് ഉണ്ട്, എം എന്ന് പറഞ്ഞ മാച്ചിങ് ഉണ്ട്. ഇവരെ രണ്ടിൻ്റെയും സിമ്മട്രിക് ഡിഫറൻസ് ഞാൻ എടുക്കുകയാണ്. സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ പറയുക? ഇപ്പോൾ ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കാം. ഈ ഒരു ഗ്രാഫിൽ ഡാർക്ക് ലൈനിൽ കൊടുത്തിട്ടുള്ളതാണ് എം എന്ന് പറയുന്ന മാച്ചിങ്.
ഓക്കെ. ഇനി ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ കണ്ടോ, ഡോട്ടഡ് ആയിട്ടുള്ള ലൈനിൽ കൊടുത്താണ് എം ഡാഷ് എന്ന് പറഞ്ഞ മാച്ചിങ്. എം ആറിൻ്റെ മാച്ചിങ് പറഞ്ഞാൽ ഈ ഡാർക്ക് ലൈനിൽ വരച്ച മാച്ചിങ്, എം ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈനിൽ വരച്ച മാച്ചിങ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സിമ്മറ്റിക് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിലിതാ നമ്മൾ ഈ നോർമൽ ലൈൻസ് വേണ്ട, എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാഫിലെ ലൈനുകളൊന്നും വേണ്ട, എം ഡാഷും എമ്മും ഒരുപോലെ വരുന്ന ലൈനുകളും വേണ്ട, ബാക്കിയുള്ളത് മാത്രം നമുക്ക് മാറ്റി വരക്കാം. ഇതാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്നത്. എമ്മിൻ്റെയും എം ഡാഷിൻ്റെയും സിമ്മറ്റിക് ഡിഫറൻസ് ആണ് ഇത് വരച്ചിട്ടുള്ളത്. ഇനി നോക്കിയേ, ഈ എച്ചിലെ ഓരോ ഡിഗ്രിയും ഒന്നെങ്കിൽ എമ്മിലുണ്ടാവും അല്ലെങ്കിൽ എം ഡാഷിലുണ്ടാവും. എമ്മെന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് ലൈന്, എം ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈന്. ഒന്നെങ്കിൽ എമ്മിലുണ്ടാവും അല്ലെങ്കിൽ എം ഡാഷിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫിൽ നമ്മളൊരു സൈക്കിളോ ഒരു പാത്തോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു എഡ്ജ് എമ്മിലുണ്ടെങ്കിൽ മറ്റേ എഡ്ജ് എവിടെ ഉണ്ടായിരിക്കും? എം ഡാഷിലുണ്ടാവും അല്ലേ? കാരണം നമ്മളിത് സിമ്മറ്റിക് ഡിഫറൻസ് എടുത്തത്. അപ്പോൾ ഇതിൽ എമ്മും എം ഡാഷും മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അത് രണ്ടും ഒരുമിച്ച് വരുന്ന എഡ്ജസ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു സൈക്കിളോ പാത്തോ എന്തും എടുക്കുകയാണെങ്കിലും ഒരു എഡ്ജ് എമ്മിലുള്ളതാണെങ്കിൽ ഒരു എഡ്ജ് എം ഡാഷിലുണ്ടായിരിക്കണം. അങ്ങനെ തന്നെ അത് മൂവ് ചെയ്യും. പക്ഷേ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എം ഡാഷ് എന്ന് പറയുന്നത് എമ്മിനേക്കാളും കൂടുതലാണ്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആണ്. അപ്പോൾ എം ഡാഷിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എമ്മിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ടേം എന്ന് പറയുന്നത് എം ഡാഷ് ആയിക്കൊള്ളണം. അങ്ങനെ നമുക്ക് ഒരു പാത്തെങ്കിലും അവിടെ കണ്ടുപിടിച്ചുകൂടെ? ഫസ്റ്റിലെയും ലാസ്റ്റിലെയും എഡ്ജസ് എന്ന് പറയുന്നത് എം ഡാഷിലുള്ള പോലെ. എം ഡാഷിലുണ്ടെന്ന് പറയുമ്പോൾ അത് എവിടെ ഇല്ല? എമ്മിലില്ല. എമ്മിലില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചു, നമ്മളൊരു ഗ്രാഫ് നമുക്ക് കിട്ടി, ഒരു പാത്ത് നമുക്ക് കിട്ടി. അതിൽ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ടേംസ് നമുക്ക് എമ്മിലില്ലാതെയാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ എന്തായി? ഇത് ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ടേം എമ്മിലില്ല എന്ന് പറയുമ്പോൾ അത് എം ഓഗ്മെൻറ്റഡ് പാത്തായില്ലേ? ഓക്കെ, എം ഓഗ്മെൻറ്റഡ് പാത്തായി. നമ്മൾ എം ഡാഷിലാണ് ഉള്ളത്, എമ്മിലില്ല എന്നാണ് പറഞ്ഞത്, ഫസ്റ്റിലെയും ലാസ്റ്റിലെയും എഡ്ജ്. അപ്പോൾ അതെന്തായി? എം ഓഗ്മെൻറ്റഡ് പാത്തായി. അങ്ങനെയാണ് നമ്മൾ രണ്ട് സൈഡും പ്രൂവ് ചെയ്യുന്നത്.